കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നത് ഏതൊരു പാരൻറ്റിൻ്റെ സ്വപ്നമാണ്. സ്പെഷ്യലി ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡിൻ്റെ പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ റെഗുലർ സ്കൂളിൽ പോയി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ റെഗുലർ സ്കൂളിൽ കുട്ടി പോകുന്ന അനുഭവം കുട്ടിക്കും നമുക്കും സന്തോഷകരമായിരിക്കണമെങ്കിൽ നമ്മൾ ഏതാനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ മതിയാവും. യഥാർത്ഥത്തിൽ സംഭവിക്കുക, ഒരു കുട്ടി ക്ലാസ്സിൽ പോകുമ്പോൾ സാധാരണ കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് ഫോർ ദം ഓൾ ദീസ് ആട്രിബ്യൂട്ട്സ് കം ടു ദം നാച്ചുറലി, ദേ ഡിറൈവ് ഇറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ്. ബട്ട് ഇൻ കേസ് ഓഫ് അവർ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ ദാറ്റ് ഇസ് നോട്ട് ഓൾവേസ് പോസിബിൾ. അങ്ങനെ വരുമ്പോൾ ക്ലാസ്സിൽ അവർക്ക് ടീച്ചറുടെ ആവശ്യമായ അറ്റൻഷൻ കിട്ടാതിരിക്കുകയും ഒരു ക്ലാസ് ടീച്ചർ ഷീ ഈസ് ട്രെയിൻ ടു ടേക്ക് കെയർ ഓഫ് ദ നോർമൽ ചിൽഡ്രൻ, നോട്ട് ദ സ്പെഷ്യൽ ചിൽഡ്രൻ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം ഇത്തരം കുട്ടികളെ നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അങ്ങനത്തെ ഒരു നെഗ്ലിജൻസിൽ ഒരു കുട്ടി ക്ലാസ്സിൽ ഒറ്റപ്പെട്ടിരിക്കുകയും ആ കുട്ടി ക്ലാസ്സിലെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇൻ ദ ലോങ് റൺ ദാറ്റ് വിൽ എഫക്റ്റ് ഹിസ് എഡ്യൂക്കേഷൻ ഇറ്റ് സെൽഫ്. സാധാരണ രീതിയിൽ പാരൻറ്റിനെ ഒരു ടീച്ചറെ വിളിച്ച് പറയും കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട്. ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയാതിരിക്കും. ഇടയ്ക്കിടെ പ്രിൻസിപ്പൾ വിളിപ്പിച്ചിട്ട് പറയും ക്ലാസ്സിൽ പ്രോബ്ലം ഉണ്ട്, ടീച്ചർ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഹൗ ടു ഫേസ് ഓൾ ദീസ് ഇഷ്യൂസ്? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ട ഒരു ലോങ് ടേം സ്ട്രാറ്റജി രൂപപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ അവരെ ഒരു ക്ലാസ് റൂമിന് വേണ്ടി സജ്ജരാക്കുക, ക്ലാസ് റൂമിൽ പോയിരിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ക്ലാസ് റൂമിൽ എന്തൊക്കെയായിരിക്കും ഒരു കുട്ടിക്ക് വേണ്ട ആട്രിബ്യൂട്ട്സ്? ഫോർ എക്സാമ്പിൾ പ്രധാനമായും ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ഇല്ലാത്തൊരു കുട്ടിക്ക് ഒരു റെഗുലർ സ്കൂളിലോ എവിടെയും പോകാൻ കഴിയില്ല. അപ്പോൾ ആ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യാത്തൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ് തന്നെ ആവശ്യമുണ്ടാകും. വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദെയർ. മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സിറ്റിംഗ് ടോളറൻസ്. ഒരു ക്ലാസ് റൂമിൽ 10 മിനിറ്റ് 15 മിനിറ്റ് സമയം ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ കുട്ടിക്ക് കഴിയണം. അപ്പോൾ അത് നമ്മുടെ ഓട്ടിസ്റ്റിക് മക്കൾക്ക് പലർക്കും ADHD ഉണ്ടാകും, ഒരുപാട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒരു സിറ്റിംഗ് ടോളറൻസ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. സിറ്റിംഗ് ടോളറൻസ്, അവർക്കൊരു ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ടാവണം. അതുപോലെ മറ്റൊന്നാണ് നെയിം കോളിംഗ് റെസ്പോൺസ്. മക്കൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല, അവരെയാണ് വിളിക്കുന്നത്, അവരുടെ പേരാണ് വിളിക്കുന്നതെങ്കിൽ അപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യാനും അത് എന്നെയാണ് വിളിക്കുന്നതെന്നും അവർക്ക് മനസ്സിലാവണമെങ്കിൽ ദേ നീഡ് ടു ഹാവ് എ നെയിം കോളിംഗ് റെസ്പോൺസ് കൈൻഡ് ഓഫ് തിങ്. അതുപോലെ ഒരു ക്ലാസ്സിൽ അവർക്കൊരു ഗ്രൂപ്പിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, റൂൾസ്, ഹൗ ടു ഫോളോ റൂൾസ്, ഒരു ഗ്രൂപ്പ് ഗെയിംസ് എങ്ങനെയാണ്, ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഗ്രൂപ്പിൽ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് നമ്മൾ ഒരു റെഗുലർ സ്കൂളിൽ അയക്കുന്നതിന് മുമ്പ് വളരെ നാച്ചുറലായിട്ട് അവരിലേക്ക് ഇത്തരം ആട്രിബ്യൂട്ട്സ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഐ ഹാൻഡ് കോർഡിനേഷൻ പറഞ്ഞ പോലെ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, അവർക്ക് വേണ്ട ഒരു ഹൗ ടു ഫോളോ ദ സിസ്റ്റം, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, ADL എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ADL അവർക്ക് അവർക്കൊരു ഡെയിലി ലിവിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം കാര്യങ്ങളും അവരിലേക്ക് പ്രത്യേകമായി തന്നെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഒരു കോൺസെപ്റ്റ് ബിൽഡിങ്, അവരുടെ ടു ഡെവലപ്പ് ദ ഫൈൻ മോട്ടോർ സ്കിൽസ്. മറ്റൊരു ആസ്പെക്റ്റാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ആട്രിബ്യൂട്ട്, അവരുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണ്. മറ്റൊന്ന് അവരുടെ ഒരു ഇമോഷണൽ കോഷ്യൻ്റ്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന രീതി, അത് അവരുടെ ഇമോഷൻസ് IQ മാത്രമല്ല അവരുടെ ഒരു ഇമോഷണൽ കോഷ്യൻ്റും കൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് നിർബന്ധമായിട്ടും ക്ലാസ് റൂമിൽ പോകുമ്പോൾ ഒരു മിനിമം ലെവലിൽ അവരുടെ കാര്യങ്ങൾ ഇമോഷണൽ കോഷ്യൻ്റൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് വേണം നമ്മളൊരു സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം വേണം കുട്ടികളൊരു റെഗുലർ സ്കൂളിലേക്ക് പോകാൻ. അവിടെ അവർക്ക് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ അതുമായിട്ട് പൊരുത്തപ്പെടാനും സാധിക്കുന്നില്ലെങ്കിൽ ദാറ്റ് വിൽ എഫക്ട് ദെയർ എഡ്യൂക്കേഷൻ ഇറ്റ് സെൽഫ് ഇൻ ദ ലോങ് റൺ. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പ്രോഗ്രാം, നമ്മളതിനെ വി കോൾ ഇറ്റ് SRP എന്ന് വിളിക്കുന്ന സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ ഇത്തരം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുകയും നമ്മുടെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ മക്കളെ ഒരു റെഗുലർ സ്കൂളിൽ, അവർക്ക് തീർച്ചയായിട്ടും റെഗുലർ സ്കൂളിൽ തന്നെ പോകണം, അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മിനിമം എക്സിറ്റ് പീരീഡ് എന്ന് പറയുന്നത് 6 months ആണ്. മിക്കവാറും കുട്ടികളൊക്കെ ഒരു 6 to 9 months ദേ വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ദിസ് കരിക്കുലം.
ഇനി അതല്ല മാക്സിമം കുറച്ച് ഹൈലി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള മക്കളാണെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു 1.5 years ഒക്കെ എടുത്തേക്കാം. പക്ഷേ on an average we expect them to complete this course by 10 months and to be ready for the school for the next year. So my request to parents is not to be in a hurry. നമ്മൾ തിരക്കായിട്ട് അവരെ കൊണ്ടുപോയിട്ട് സ്കൂളിൽ ചേർക്കുന്നതിന് പകരം അവരെ ഒരു സ്കൂളിൽ ചേർക്കാനായി പാകപ്പെടുത്തിയതിന് ശേഷം മാത്രം അവരെ ഒരു സ്കൂളിലേക്ക് അയക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. മാത്രമല്ല, കൂടാതെ ഒരു തെറാപ്പറ്റിക് സെൻറ്ററിലാവുമ്പോൾ ഇതേ സമയം തന്നെ അവർക്ക് നോർമലി നടക്കേണ്ട എല്ലാ തെറാപ്പീസും അവരുടെ ക്ലാസ് ടൈം ഈ ഒരു ടൈമിൽ റെഡിനെസ് പ്രോഗ്രാമിൻ്റെ ടൈമിൽ തന്നെ അവർക്ക് നടത്താനും കഴിയും. മാത്രമല്ല, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ രാവിലെ കുട്ടിയെ തെറാപ്പി സെൻറ്ററിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നടക്കേണ്ട 2-3 ഒക്കെ തെറാപ്പി സെഷൻസ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ അവർ തന്നെ ആ സമയങ്ങളിൽ അതായത് തെറാപ്പിസ്റ്റ് കൊണ്ടുപോവുകയും അവർക്ക് വേണ്ട സെഷൻസ് കൊടുക്കുകയും ചെയ്യും. സോ ഓൾ ടുഗദർ ദിസ് ഈസ് എ കോംപ്രിഹെൻസീവ് പ്രോഗ്രാം വിച്ച് ഗീവ്സ് ദ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഫോർ ദ ചൈൽഡ്. അപ്പോൾ ഇതിനെയും കൂടെ കോർത്തിണക്കുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം എന്നുള്ളത്. സോ ഐ സ്ട്രോങ്ലി സജസ്റ്റ് എവരി പാരൻറ്റ് ഓഫ് ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ ടു send their children for such a program before sending them to the school.